നമസ്കാരം. PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അയിത്തത്തിന് എതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം. വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? ഉത്തരം 1924 മാർച്ച് 30, 1924 മാർച്ച് 30. മൂന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആരൊക്കെ ചേർന്നാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഈ മൂന്ന് പേരുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട നിലയിൽ വരുന്ന പേരുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം? 23,000, 23,000. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആര്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഏഴാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചു പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ഏത്? അകാലികൾ. എട്ടാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ? TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആര്? EV രാമസ്വാമി നായ്ക്കർ. പത്താമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്? TK മാധവൻ. 11ാമത്തെ ചോദ്യം, വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? N കുമാരൻ. 12ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ സത്യാഗ്രഹാശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം ഏത്? വെല്ലൂർ ഉള്ള ആശ്രമം. ചോദ്യം 13, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് ഏത്? സവർണ ജാഥ. വളരെ പ്രധാനപ്പെട്ടതാണ് സവർണ ജാഥ. 14ാമത്തെ ചോദ്യം, സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മന്നത്ത് പത്മനാഭൻ. 15ാമത്തെ ചോദ്യം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? ഗാന്ധിജി. ചോദ്യം 16, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ അതായത് കോട്ടാർ ഉള്ള നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തി? ഡോക്ടർ M.E. നായിഡു. ചോദ്യം 17, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി? ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്ന്? 1925 നവംബർ 23, 1925 നവംബർ 23. ചോദ്യം 19, വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് എത്ര ദിവസം?
603 ദിവസം. 603. 20ാമത്തെ ചോദ്യം. വൈക്കം ക്ഷേത്രത്തിലേക്ക് ഉള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് ആർക്ക്? മഹാറാണി സേതു ലക്ഷ്മിഭായ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്